കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മ, അത് ഞാനൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. രവി സാറിനെയും ഈ കുടുംബത്തിനെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. ഞാനാ ശ്രീലക്ഷ്മി, സത്യ. കൺമണിയായി വന്നത് ഈ കുടുംബത്തിന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച. ഇനിയും നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ഈ സത്യം ഞാൻ അറിഞ്ഞത് ഇപ്പോഴും ഞാൻ തൊഴുതിട്ട് വരുന്ന എന്റെ ഈശ്വരന്മാർ എന്നെ കൈവിടാത്തതുകൊണ്ടാ. ആരായാലും ഏത് നാട്ടിൽ ആരുടെ മകളായി ജനിച്ചാലും നീ ചെയ്തിരിക്കുന്നതിന് ചതി എന്ന രണ്ടക്ഷരത്തിലെ വിളിക്കാനാകൂ. എല്ലാവരുടെ മുന്നിലും അഭിനയിച്ച് വിജയിച്ച നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. നിനക്ക് എന്റെ മോനെ കൊല്ലണം അല്ലേടി? ഹലോ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതം. ആ സ്വർണം ഞാൻ എടുത്തു തരാം. വെരി ഗുഡ്. എനിക്കറിയാമായിരുന്നു ശ്രീലക്ഷ്മി നല്ലൊരു തീരുമാനം എടുക്കുമെന്ന്. അതാ ഞാൻ വെയിറ്റ് ചെയ്തത്. ആ സ്വർണം കൊണ്ടുവരേണ്ട സ്ഥലം പഴയ സ്ഥലം തന്നെയാണ്. സമയം അത് ഞാൻ അറിയിക്കാം. എപ്പടി എല്ലാം ഓക്കെ അല്ലേ? മോൾക്കറിയോ ഇതാരാണെന്ന്? ഇത് കരീം അഹമ്മദ്, അമ്മയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. കരീം ഇപ്പോ ഇവിടുത്തെ ജയിൽ സൂപ്രണ്ടാ. രാഗസുധ എന്ന വർമ്മൻ കുടുംബത്തിലെ ഒരു അംഗം കരീമിനോട് സഹായം ചോദിച്ചു തുടങ്ങിയപ്പോ തന്നെ വൈദ്യൻ കൽപ്പിച്ചതും പാലായപ്പോ ഞങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആയിന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകൾക്ക് പലതും അസാധ്യമെന്ന് പറയാറുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ചിലത് സാധ്യമെങ്കിലും അവർക്ക് കൈകെട്ടി നോക്കി നിൽക്കാനേ പറ്റൂ. പുരുഷൻ വേണ്ടിടത്ത് പുരുഷൻ തന്നെ വേണം. കണ്ടില്ലേ, ഒരാൺ ശബ്ദം കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയത് രൂപ 25 ലക്ഷം. ഇത് വെറുതെ ഒരു ടെസ്റ്റ് ഡോസ്, വെറുതെ ഒരു ചൂണ്ട എറിഞ്ഞു നോക്കിയതാ. വല എറിയാൻ പോകുന്നതേ ഉള്ളൂ. പണത്തേക്കാൾ മൂല്യമുള്ള രാജനന്ദിനിയുടെ സ്വർണ്ണാഭരണം. അതാണ് ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നത്. അമ്മേ, അത് കിട്ടിയ ഉടൻ നമുക്ക് വിറ്റ് കാശാക്കണം. അത് നമുക്ക് കാശാക്കാനുള്ളതല്ല മോളെ.
അതിന് വേറൊരു പ്ലാനുണ്ട് എന്റെ മനസ്സിൽ. അമ്മ എന്താ ഈ പറയുന്നത്? അവൾ ഇന്ന് പോയാ പിന്നെ നമുക്ക് ആര് കാശ് തരും? കാശിനപ്പുറമല്ലേ നിലയും വിലയും. അവള് പോകുന്നതിന് മുമ്പ് അവളെ അവിടുന്ന് അടിച്ചിറക്കണം. അതാണ് എന്റെ ഉദ്ദേശം. പിന്നെ ഈ വീഡിയോ ഉള്ള കാലം അത്രയും കാശ് വാങ്ങിച്ചെടുക്കാനൊക്കെ ഈ രാജലക്ഷ്മിക്ക് അറിയാം. രാജലക്ഷ്മി, എന്റെ കാര്യം മറക്കല്ലേ. അത്രയ്ക്ക് റിസ്ക് എടുത്താ ഞാൻ കൂടെ നിൽക്കുന്നത്. പറഞ്ഞ തുക അണ മുറിയാതെ വീട്ടിലെത്തിക്കും. ആ അവൾ ആ പടിയിറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ജോലി കൂടിയുണ്ട് ചെയ്തു തീർക്കാൻ. തൽക്കാലത്തേക്ക് പോകുന്നവൾ പിൽക്കാലത്തൊരിക്കലും വരാതിരിക്കാനുള്ള ഒരു ചെറിയ ജോലി. എന്താ ശ്രീലക്ഷ്മി ഒരു കള്ള ലക്ഷണം? ശ്രീലക്ഷ്മി, എന്താ കൈ പുറകിൽ വെച്ചിരിക്കുന്നേ? കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് തര.
ഇപ്പൊ മധുരലോയ്ക്ക് വിശ്വാസമായോ ഞങ്ങൾ പറഞ്ഞത് നേരാണെന്ന്? ഈ രംഗം ഒന്ന് നേരിട്ട് കാണിച്ചു തരാനാ ഗായത്രി അമ്മ വിളിച്ചോണ്ട് വന്നത്. ഇവളോടെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മധുരലോ ചോദിക്കോ? അതോ ഇനി ഞങ്ങൾ ചോദിക്കണം? മധുരലോയാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോ സമാധാനപരമായി വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ അടക്കിപ്പിടിച്ച കരച്ചിലുമായി ഇവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതല്ല ഞാനാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം ഇവളുടെ ഇടത്തെ ചെകിട അടിച്ചു പൊട്ടിക്കും. പിന്നെ പോലീസിനെ വിളിച്ച് മോഷണക്കുറ്റത്തിന് വിലങ്ങ് വെപ്പിക്കും. എന്താ അത് വേണോ? നീ എന്തിനാ ഈ ആഭരണങ്ങളൊക്കെ എടുത്തത്? അതും മോഷണം പോലെ. ഇവര് വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നീ എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തിനായാലും ഇങ്ങനെ ഒന്ന് ചെയ്യരുതായിരുന്നു. ഇതെല്ലാം ശ്രീലക്ഷ്മിക്ക് അവകാശപ്പെട്ടതാണ്. എങ്കിലും ആരോടും ഒരു വാക്കുപോലും പറയാതെ. അതാണ് പ്രശ്നം. ഇതെല്ലാം ശ്രീലക്ഷ്മിക്ക് അവകാശപ്പെട്ടതല്ലേ? അതില് കൺമണിക്കെന്ത് കാര്യം? ഇപ്പൊ നടന്ന ഈ വലിയ സംഭവം ഒരു ചെറുകഥ പോലെ മധുരലോയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്നിവിടെ ഇവൾ പോവാണ്. ശ്രീലക്ഷ്മി ആയിരുന്നെങ്കിൽ കുറച്ച് മാന്യത കാണിച്ചേനെ. രൂപത്തിലല്ലാതെ ശ്രീലക്ഷ്മിയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കൺമണി ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് മുങ്ങുക. അതാണ് ലക്ഷ്യം. എന്തിനടി നിനക്ക് ഇത്ര ആഭരണം? പോകുന്ന വഴിക്ക് ഇത് വിറ്റ് കാശാക്കാനാണോ? അതോ ഇതൊക്കെ അണിഞ്ഞ് ഫാഷൻ പരേഡിന് പോവാണോ നീ ബാംഗ്ലൂർക്ക്? പറയ്, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഒളിച്ചുകളി? ചോദിച്ച കിട്ടുന്നതിന് വേണ്ടി ഈ പരാക്രമം എന്തിനായിരുന്നു? രേഖ ചോദിച്ചതിന് ഉത്തരം പറ ശ്രീലക്ഷ്മി. പറയ് ശ്രീലക്ഷ്മി. സത്യം പറഞ്ഞേക്ക് ശ്രീലക്ഷ്മി. എന്തിനാ താൻ തെറ്റുകാരിയെ പോലെ നിൽക്കുന്നത്? ശരി, ഞാൻ തന്നെ പറയാം. അമ്മേ, അത് വേറൊന്നുമല്ല. കോഴ്സിനോടൊപ്പം ശ്രീലക്ഷ്മി പാർട്ട് ടൈമായിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കൂടെ ചെയ്യുന്നുണ്ടേ. അപ്പോ അതിന്റെ പ്രോജക്റ്റിനോടൊപ്പം റാം വാക്കും കൂടി ചെയ്യേണ്ടതായിട്ട് വരും. കേരള സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്ന പഴമയുള്ള ആഭരണങ്ങളൊക്കെ വേണ്ടിവരും. അതുകൊണ്ട് ഞാനാ ശ്രീലക്ഷ്മിയോട് പറഞ്ഞത് രാജനന്ദിനിയുടെ ആഭരണങ്ങളൊക്കെ എടുത്തോളാം. ഞാൻ പറഞ്ഞിട്ട് അമ്മേ ശ്രീലക്ഷ്മി ഇതൊക്കെ എടുത്ത്. ഇതെന്താ മോളെ നേരത്തെ പറയാതിരുന്നത്? എങ്കിൽ ഇവിടെ ഈ സംസാരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇവര് വന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷത്തേക്ക് ഞാനും വിശ്വസിച്ചു പോയി. ഞാനും അറിഞ്ഞില്ല മദറിലോ. ബ്രദറിലോ പറഞ്ഞിട്ടാ ശ്രീലക്ഷ്മി എടുത്തതെന്ന്. അറിയാത്ത കാര്യങ്ങൾ എന്തിനാ പറഞ്ഞുകൊണ്ട് നടന്ന് ബാക്കിയുള്ളവരെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതെങ്ങനെയാ? കാള പെറ്റൂന്ന് നിങ്ങൾ വന്ന് പറയുമ്പോ കയറെടുക്കുന്ന എന്നെ പറഞ്ഞ മതിയല്ലോ.
സർ, ഞാൻ പറയുന്നത് സാറിന് കേൾക്കണം. ഇപ്പൊ ഞാൻ കണ്ടതിനപ്പുറം വേറെന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇയാൾക്കറിയോ? വഴക്കുണ്ടാക്കാനും മനസ്സുമാനം കളയാനും ഓരോ കാരണങ്ങൾ കണ്ടെത്താൻ തക്കം പാർത്തിരിക്കുന്നവരാ ഇവിടെ പലരും. സാറ് കരുതുന്ന പോലെയല്ല. അതിന് ഞാനൊന്നും കരുതുന്നില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനൊരു കള്ളത്തരം കാണിച്ചത്? സർ, അത് ഇത് താൻ തന്നെ കൈവച്ചോ? ഏതായാലും ആഗ്രഹിച്ചെടുത്തതല്ലേ. ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. ഞാൻ തരാമെന്ന് പറഞ്ഞതിൽ കൂടുതൽ പണം ഞാൻ തന്നിട്ടും ഇങ്ങനൊരു കാര്യം എന്താ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരുപക്ഷെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനായിട്ട് തന്നെ എടുത്ത് തരുമായിരുന്നല്ലോ. എല്ലാവരുടെ മുന്നിൽ ഒരു കള്ളിയെ പോലെ. സർ, പ്ലീസ്, സാറിന് എന്നെ മനസ്സിലാവാത്തോണ്ട്. അതെ, എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ എൻ്റെ ആദ്യ ഭാര്യയായിരുന്ന രാജനന്ദിനിയുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണിത്. പിന്നീട് അത് ശ്രീലക്ഷ്മിക്ക് അവകാശപ്പെട്ടതായി. അവർ രണ്ടുപേരും ഇപ്പൊ എന്നോടൊപ്പം ഇല്ല. അതിനും അപ്പുറം കുറെ നല്ല ഓർമ്മകൾ തന്നിട്ടാ അവരിവിടുന്ന് പോയത്. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി. അവരെ ഓർക്കാൻ എനിക്ക് സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല. നേടിയതിന്റെയും നഷ്ടമായതിന്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടങ്ങൾക്ക് തന്നെ ആവുള്ളൂ. അതിലേറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ്. നഷ്ടമായ എന്റെ ജീവിതമാണ്, എന്റെ സ്വപ്നങ്ങളാണ്. ആഗ്രഹിച്ചു വാങ്ങുമ്പോഴും സമ്മാനമായിട്ട് കൊടുക്കുമ്പോഴും അത് അണിഞ്ഞു കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു സംതൃപ്തി, ഒരു സന്തോഷം, അതാണ് അതിന്റെ മൂല്യം. അതുകൊണ്ട് ഇതുവരെ ഇതിനൊരു വില ഞാൻ നിശ്ചയിച്ചിട്ടില്ല. വിലയിടാൻ എനിക്ക് അറിയത്തുമില്ല. അതറിയാവുന്ന ഇയാൾക്ക് ഇതൊക്കെ എടുക്കാം. ഇനിയും മതിയായില്ലെങ്കിൽ പറഞ്ഞാ മതി. കുറെ ദിവസം എന്നോടൊപ്പം നിന്നതിന്, കുറെ നല്ല ഓർമ്മകൾ തന്നതിന്, പിന്നെ എന്റെ ശ്രീലക്ഷ്മി ഓർമ്മിപ്പിച്ചതിന് എന്ത് തന്നാലും പകരമാവില്ല എന്നെനിക്കറിയാം. ജീവിതത്തിൽ നിന്ന് മറിഞ്ഞു പോയവരോടും പിരിഞ്ഞു പോകുന്നവരോടും ഒരു പരാതിയില്ല, പരിഭവമില്ല. ജീവിതം ആരെയും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അത് ജീവിച്ചു തന്നെ പഠിക്കേണ്ട വലിയൊരു പാഠപുസ്തകമാണ്. അതിലെ ഒരധ്യായത്തിലെ പേജുകൾ മാത്രമാണ് തന്റെ കയ്യിലിരിക്കുന്നത്. ആ പേജുകൾ ഇനിയും തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇനിയുള്ള ജീവിതത്തിന്റെ ആദ്യ ചുവടുവയ്പ്പുകൾക്ക് ഇത് ഉപകാരപ്പെടും. ഹലോ. ഹലോ ശ്രീലക്ഷ്മി, ആ സ്വർണത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്.